ഹലോ, ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് ഒരു ഹെയർ മാസ്കുമായിട്ടാണ്. അതായത് ഇപ്പോൾ ഈ ഹെയർ കാണുന്നുണ്ടല്ലോ, നല്ല തിക്കായിട്ടുള്ള ഹെയർ ആണ്. പക്ഷെ ഇത് കുറച്ച് ഡ്രൈനെസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഈ ഡ്രൈനെസ് മാറാൻ ഇപ്പം നമുക്ക് കെമിക്കൽ പരമായ സ്പാ, കെരാറ്റിൻ അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഇതുമായിട്ടാണ്, ഒരു പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പ്രോട്ടീൻ പാക്ക് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുമാതിരിയുള്ള ഒരു ഡ്രൈ ഹെയറിൽ നമ്മൾ അത് ഒരു ഹെന്ന അപ്ലൈ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ലെയർ ലെയർ ആയിട്ട് ഓരോരോ സ്ട്രാൻഡ്സ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യോ ചെയ്ത് ഒരു 20 to 30 മിനിറ്റ്സ് വച്ചതിന് ശേഷം നമ്മൾ സാധാ പോലെ ഷാമ്പു ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ ടെക്സ്ചർ കാണുന്നുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഈ ഹെയർ എങ്ങനെ മാറുന്നു എന്നുള്ളതും കൂടെ നമുക്ക് കാണാം. അപ്പൊ ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയാം. അതായത് ഏത്തമ്പഴം. അതായത് ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ നന്നായിട്ട് അതിന്റെ തൊലി നല്ലോണം കറുത്തിട്ടുള്ള ഏത്തപ്പഴമായിരിക്കണം. പിന്നെ ഒരു മുട്ട, പിന്നെ ഒരു 1.5 സ്പൂൺ തേന്. ഇത് മൂന്നാണ് ഈ ഒരു പാക്കിൽ വരുന്ന ഇൻഗ്രീഡിയൻസ്. അതില് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കനം കുറഞ്ഞ ഹെയറിനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രപ്പോർഷൻ കറക്റ്റ് ആയിരിക്കും. കട്ടി കൂടുന്നതനുസരിച്ച് നമ്മൾ ഈ ഏത്തപ്പഴം ഒന്നാക്കാം, രണ്ടാക്കാം, മൂന്നാക്കാം. അത് ഒരു ഒരു കുറച്ച് വേണ്ടി വരും. കാരണം അത്രയും ഹെയർ നമുക്ക് കവർ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പൊ അതനുസരിച്ച് മുട്ടയും കൂട്ടാം. പക്ഷെ തേന് ഓൾമോസ്റ്റ് അത് തന്നെ മതിയാവും. അപ്പം നമുക്ക് ഇപ്പം മുടി കനം കൂടുതലും നീളം കൂടുതലും ഉള്ള ഒരാൾക്കാണെങ്കിൽ 2 മുതൽ 3 ഏത്തപ്പഴം എടുക്കാം, 2 മുട്ടയും എടുക്കാം. അപ്പൊ തേന് വന്നിട്ട് 1.5 സ്പൂൺ ആയാലും അല്ല 2 സ്പൂൺ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് അത് നല്ലവണ്ണം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം. അതായത് ഒരു മാവിന്റെ, ഇഡലി മാവോ ദോശമാവിന്റെയോ പക്വത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇതുമാതിരിയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇങ്ങനെ ഫൈൻ ആക്കിയതിനെയാണ് നമ്മൾ ഈ ഹെയറിന്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഹെയറിന്റെ ഉടക്കായിട്ട്, അതായത് എന്തെങ്കിലും കെട്ടുകൾ അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ചീകി ഹെയർ നല്ല സ്മൂത്ത് ആക്കി വച്ചതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാം. പിന്നെ നമ്മളിപ്പോ ഹെന്ന യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും, ഹെന്ന എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു അതുമാതിരി തന്നെയാണ് ഇതും. വേറൊരു കാര്യം, ഹെന്ന മാതിരി മേളിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കണമെന്നില്ല. പകരം അല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പുരട്ടിയിട്ട് വെറുതെ വിട്ടാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 മുതൽ 30 മിനിറ്റ് വെച്ചാൽ മതി. കാരണം അന്നേരത്തേക്ക് അത് നല്ലോണം അങ്ങ് ഡ്രൈ ആകും. ഇത് വേണമെങ്കിൽ നമുക്ക് വീക്ക്ലി വൺസും ചെയ്യാം, ഇല്ല വീക്ക്ലി ട്വൈസും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിത് ആപ്ലിക്കേഷനിലേക്ക് പോകാം. റൂട്ടിലേക്കും ഹെയറിന്റെ സ്ട്രാൻഡ്സ് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഷവർ ക്യാപ്പ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷവർ ക്യാപ്പ് ഇല്ലാത്തവർക്ക് വെറും പ്ലാസ്റ്റിക് കവർ ആയാലും മതി. ഇതിങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെക്കുക. അപ്പം ഇതിൽ നിന്ന് ട്രിപ്പ് ചെയ്യാറില്ല, എന്നാലും ചില സമയത്ത് അതിങ്ങനെ ഉണങ്ങി വരുമ്പോൾ വെള്ളം മാതിരി വരുമായിരിക്കാം. അപ്പൊ അത് വരാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഷവർ ക്യാപ്പ് ഇടുന്നത്. 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ ഇത് വെക്കുവാണ്. വെച്ചിട്ട് ഇത് വാഷ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, അന്നേരം ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഷാമ്പൂ ഇട്ടാണ് വാഷ് ചെയ്തിരുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് തോർത്തുക. അതിനുശേഷം നമുക്ക് ഡ്രയർ കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഡ്രയറിന്റെ ഒരു ചൂട് പോലും നമ്മുടെ ഹെയറിന് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഈ പഴത്തിന്റെയൊക്കെ തന്നെ ഒരു ചെറിയ ഒരു പാർട്ടിക്കിൾസ് ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രയർ കൊടുക്കാം. എപ്പോഴും ഡ്രയർ കൊടുക്കാൻ നേരത്ത് വെറുതെ ഓടിച്ചും പോകാം, അല്ലെങ്കിൽ ഇതുമാതിരി ഒരു ഫ്ലാറ്റ് കോമ്പാണ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചീകി എടുക്കാനും അതിൽ നിന്ന് ആ പാർട്ടിക്കിൾസ് പോകാനും നല്ലതായിരിക്കും. അതെ, ഇതാണ് ഫൈനൽ ലുക്ക്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഷാമ്പു മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കണ്ടീഷണർ ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിലെല്ലാം തന്നെ അതുള്ളത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കണ്ടീഷണർ നമുക്ക് ഇതിനു വേണ്ടി വേണ്ട. പിന്നെ ഇപ്പൊ നമുക്കിത് ഫീൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല തൂവൽ പോലെ ഉണ്ട്. നേരത്തെ ഈ ആളുടെ ഹെയർ വന്നിട്ട് ഇവിടെ കുറച്ച് ഒരു നമ്മൾ തൊടുമ്പോൾ തന്നെ ആ ഡ്രൈനെസ് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പൊ ശരിക്കും ഹെയർ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഡ്രയർ യൂസ് ചെയ്യാൻ പറ്റിയില്ല, തനിയെ യൂസ് ചെയ്യാൻ അറിയില്ല, കുഴപ്പമില്ല. വീണ്ടും ഒരു 2 ടവൽ വെച്ചിട്ട് അതിന്റെ ഈർപ്പം കളയുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കും.
അങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക്. അതായത് ഫേസിന് നമ്മൾ കൊടുക്കുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ പോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും അല്ലെങ്കിൽ ഹെയറിന്റെ ഡ്രൈനെസ്സിനും ഒക്കെ നമ്മൾ ഇതുമാതിരിയുള്ള പാക്കുകൾ ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹെയറിന്റെ ആ ഒരു ടെക്സ്ചർ നിലനിർത്താനും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഇത് സഹായിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയും.